ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 46. സംഭവബഹുലമായ കുറേ അധികം നിമിഷങ്ങളോടുകൂടി കടന്നുപോയ ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപായിട്ട് എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, സിജോയുടെ റീ എൻട്രി, ജാസ്മിൻ ഗബ്രി കോംബോ വേർപിരിയുന്നു, ഗബ്രി ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് വരാം. പതിവ് പോലെ തന്നെ മോർണിംഗ് സോങ്ങോടുകൂടി എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഉച്ചയ്ക്കാണ് പോകുന്നത്. പകലത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് സിജോയുടെ റീ എൻട്രിയാണ്. ശരിക്കും ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിനെയൊക്കെ പറ്റിച്ചുകൊണ്ടാണ് സിജോ കയറി വന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ മെയിൻ ഡോറിൽ ആദ്യം ഒരു മ്യൂസിക് കേൾക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ മെയിൻ ഡോർ ഓപ്പൺ ആവുന്നു. ഹൗസ് മെമ്പേഴ്സ് എല്ലാം അവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. വെൽക്കം ബാക്ക് എന്ന് പറയുന്നൊരു ബാനറുമായിട്ട് 2 പേര് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇവരവിടെ നോക്കി നിൽക്കുകയാണ്, സിജോ അതുവഴി ഇറങ്ങി വരുന്നു വിചാരിച്ചിട്ട്. പക്ഷേ ഇവരെല്ലാം പറ്റിച്ചുകൊണ്ട് സിജോ കൺഫെഷൻ റൂമിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. വീട്ടിലെ ആൾക്കാർക്കുള്ള സ്നേഹ സമ്മാനവുമായിട്ട്, ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുമായിട്ടാണ് സിജോ പുറത്തേക്ക് വന്നത്. എല്ലാവരും പോയിട്ട് വാം വെൽക്കം ചെയ്തു. സിജോനെ ഹഗ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് സിജോ അകത്ത് വന്നു. സിജോയെ ബിഗ് ബോസ് വെൽക്കം ചെയ്തു. അതിനുശേഷം സിജോ സംസാരിച്ചപ്പോൾ സിജോ നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും കോൺഫിഡൻസോട് കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും കഴിഞ്ഞ ഇത്രയും ദിവസം പുറത്തുനിന്ന് ഗെയിമെല്ലാം കണ്ട് എപ്പിസോഡൊക്കെ കണ്ടിട്ടാണ് സിജോ വന്നതെന്ന് സിജോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആളുകളുടെയും പൊട്ടൻഷ്യലൊക്കെ മനസ്സിലാക്കിയാണ് സിജോ ഉള്ളിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ സിജോ പറഞ്ഞു, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്, കയ്യൂക്ക് കാണിക്കാതെ മൈൻഡ് കൊണ്ട് കളിച്ച് എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഐ ചലഞ്ച് യു എന്നാണ് സിജോ പറയുന്നത്. പക്ഷെ ആ ചലഞ്ചിൽ സിജോയുടെ കോൺഫിഡൻസ് ആയിരിക്കും. പക്ഷേ വരുമ്പോൾ തന്നെ അങ്ങനൊരു ചലഞ്ചിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു. അപ്പോൾ അവിടെ അങ്ങനൊരു വെല്ലുവിളി ഹൗസ്മേറ്റ്സിന്റെ മുഖത്ത് നോക്കി ചെയ്യേണ്ടതുണ്ടായിരുന്നോ? അതൊരു ഓവർ കോൺഫിഡൻസിന്റെ ഒരു ലക്ഷണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സിജോയുടെ കാര്യമാണ്, അതിപ്പം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതിനുശേഷം സംഭവിച്ചൊരു കാര്യം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ, നമുക്കറിയാം വൈൽഡ് കാർഡ്സ് വന്ന സമയത്ത് സായിയോട് ചോദിച്ച് കാര്യങ്ങൾ കുറെ മനസ്സിലാക്കാൻ ശ്രമിച്ചു ജാസ്മിൻ. സായി അങ്ങോട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ബിഗ് ബോസ് സായിക്ക് വാൺ ചെയ്യുന്നത്. സായി ആ പറഞ്ഞത് ശരിയായില്ല, അത് ഇവിടുത്തെ നിയമത്തിനെതിരാണ്, അതുകൊണ്ട് ലാസ്റ്റ് വാർണിംഗ് ഒക്കെ ബിഗ് ബോസ് കൊടുത്തത്. അതിനുശേഷം ജാസ്മിൻ അഭിഷേക് ജയദീപിനോട് ചോദിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇപ്പോ സിജോ വന്ന ഉടനെ തന്നെ സിജോനെ വിളിച്ചുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറി പോവുകയാണ്. ഒരു സൈഡിൽ പോയി ഇരുന്നു. അവിടെ ഇരുന്ന സമയത്ത് ഗാർഡൻ ഏരിയയിലാണെന്ന് തോന്നുന്നു. അവിടെ ഇരുന്ന സമയത്ത് സിജോ, അളിയ, ഞാൻ നിന്നോട് വേറൊന്നും ചോദിക്കാനല്ല വിളിച്ചത്, നീ പുറത്തുനിന്ന് കളിയൊക്കെ കണ്ടിട്ട് വന്ന ഒരാളാണല്ലോ, അപ്പൊ എന്റെ ഗെയിം എങ്ങനെയുണ്ട്, ഞാൻ കളിക്കുന്നില്ലേ? സിജോ പറഞ്ഞു, നീ കളിക്കുന്നുണ്ട്, നോർമൽ നീ കളിക്കുന്ന പോലെ കളിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ ജാസ്മിൻ എന്താണ് അറിയേണ്ടത്, ഞാൻ പറഞ്ഞു തരാം. അപ്പോ ജാസ്മിൻ ആകെ അയ്യടന്നായി. ഇത് എവിടെന്നാ വോയിസ് വന്നത്? ബിഗ് ബോസിന്റെ വോയിസ്. പക്ഷെ എനിക്ക് അവിടെ ഒരു ചോദ്യം ഉള്ളത്, അന്ന് സായി പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ട് ബിഗ് ബോസ് അത് തടഞ്ഞില്ല, അത് വിലക്കിയില്ല? സായിയെ വോൺ ചെയ്തില്ല, അല്ലെങ്കിൽ ജാസ്മിനെ വോൺ ചെയ്തില്ല. ഇവിടെ സിജോ പറയുന്നതിന് മുൻപ് തന്നെ ജാസ്മിൻ ചോദിച്ചപ്പോൾ തന്നെ ബിഗ് ബോസ് വോൺ ചെയ്യുകയാണ്. അതിനകത്ത് എന്തൊക്കെയോ ഒരു അസ്വാഭാവികത എനിക്ക് ഫീൽ ചെയ്തു. കാരണം പുറത്തെ കാര്യങ്ങൾ ജാസ്മിനിലേക്ക് എത്തണം എന്ന് ബിഗ് ബോസ് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അന്ന് മിണ്ടിയില്ല, ഇന്ന് മിണ്ടി വോൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജാസ്മിനിൽ വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വോട്ടെവർ, അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെയൊരു സംഭവം കണ്ടപ്പോൾ ജാസ്മിൻ ആകെ അയ്യടന്നായി. നേരത്തെ പറഞ്ഞ പോലെ അയ്യടന്നായി. ഹൗസ്മേറ്റ്സ് എല്ലാം ജാസ്മിനെ കളിയാക്കി കൂക്കി വിളിച്ച് ആകെ ഒരു അലമ്പ് രീതിയിലേക്ക് അവിടെ അങ്ങ് മാറി. ജാസ്മിൻ ആകെ ഇനി ശരിക്കും ഒരു ചമ്മി നാറിയ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് ജാസ്മിൻ പോയി. ഇത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത് കാണിക്കുന്നത് ഗബ്രിയുടെ അടുത്ത് വന്ന് ജാസ്മിൻ സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഗബ്രി പറഞ്ഞു, എനിക്ക് ആ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല. വിഷയം എന്താണ്? ഇവരുടെ പ്രണയത്തെ. കഴിഞ്ഞ ദിവസം ജാസ്മിൻ സുഖമില്ലാതെ കിടന്നപ്പോൾ വിൻഡോയിൽ കൂടി, ക്യാമറയുടെ ആ ഒരു ഗ്യാപ്പിൽ കൂടി ജാസ്മിന്റെ നേരെ ലവിന്റെ സിമ്പിളൊക്കെ കാണിച്ച് ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുത്തു പോയ മകനാണ്. ഇന്നലെ പറയാ, എനിക്ക് ആ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് മാറി മറിഞ്ഞു. ശരിക്കും ഇത് ഇവരുടെ നാടകമാണോ, അതോ ഇതിൽ എന്തെങ്കിലും ജെന്യൂനിറ്റി ഉണ്ടോ അറിയില്ല. കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഇത് പക്ക ഡ്രാമയാണ്. നേരത്തെ കോംബോ ആണെങ്കിൽ ഇപ്പൊ ഇത് ബ്രേക്കപ്പ് ആണ്. ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അവിടെ റസ്മിൻ കയറി വരികയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ റസ്മിൻ കയറി വരികയാണ്. ശരിക്കും ഈ റസ്മിന്റെ
ഇന്റൻഷൻ എന്താണ്? പ്രണയിക്കാൻ നടക്കുന്നവരെ അങ്ങ് കൂട്ടിമുട്ടിക്കലാണോ? റസ്മിൻ വന്നിരുന്നിട്ട് ഇവർ പറയുന്നത് കേൾക്കുകയാണ്. അപ്പൊ ഗബ്രിയും സംസാരിക്കുന്നത് റസ്മിനോടാണ്, ജാസ്മിനും സംസാരിക്കുന്നത് റസ്മിനോടാണ്. ഇതിനിടയ്ക്ക് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ പ്രശ്നം? ഗബ്രി പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല. ഇവർ അങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അല്ല, എനിക്കിതിൽ അടിവരയിടണം, ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം, ഒരു ക്ലാരിറ്റി വരും. കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇതിനകത്തുള്ള ക്ലാരിറ്റി എന്ന്. പിന്നെ ഇപ്പൊ എന്താ, എവിടെ നിന്ന് ബോധോദയം വന്നു? ജാസ്മിൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഉണ്ടായ തിരിച്ചറിവാണോ, അതോ പറന്നുപോയ കിളിയൊക്കെ അപ്പോഴാണോ തിരിച്ചു വന്നത്? നാട്ടുകാരെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കുമ്പോൾ ചിന്തിക്കണം, നാട്ടുകാർക്ക് മൂളയുണ്ട്, ബോധമുണ്ടെന്ന്. ഇതിനകത്ത് ആദ്യം ജാസ്മിൻ പറയുന്നു, എനിക്ക് ഇവനെ ഇഷ്ടമാണ്, പറയുന്ന റസ്മിനോടാണ്. ഗബ്രിയും പറയുന്നു, എനിക്കും ഇവിടെ ഇഷ്ടമാണ്, പക്ഷേ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ കല്യാണം കഴിക്കാനോ പറ്റത്തില്ല. അവിടെ ജാസ്മിന്റെ ഫേസ് മാറുന്നു. എനിക്കുള്ള ഉത്തരം കിട്ടി, ജാസ്മിന് ഉത്തരം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീൻ. ഇത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇനി ഗബ്രി എന്റെ ഫ്രണ്ട് മാത്രമായിരിക്കും. ആരാ? ഫ്രണ്ട് മാത്രം, മേളിലും ഇല്ല താഴെയുമില്ല, ഫ്രണ്ട്. അപ്പോൾ റസ്മിൻ പറയുന്നു, നീ ഇനി അവനോട് സംസാരിക്കാൻ പോകരുത്, സംസാരിക്കാൻ പോയാൽ നമ്മൾ തമ്മിലുള്ള ബോണ്ട് തെറ്റും എന്ന് പറഞ്ഞു. ഇല്ല റസ്മിൻ, ഞാൻ സംസാരിക്കാൻ പോകും, എനിക്ക് ഗബ്രി ഫ്രണ്ടായിട്ട് ഞാൻ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ ജാസ്മിൻ വൈകുന്നേരം ആയപ്പോൾ കാണുന്നു ഗബ്രി 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 അവനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഗബ്രി എന്ന് വിളിച്ചിട്ട് പുറകെ നടക്കുന്നത്. എന്താ നിന്റെ പ്രശ്നം? ഗബ്രി ആകെ ഇമോഷണലി ഡൗൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ടാസ്കുകളെല്ലാം ഗബ്രി പങ്കെടുക്കുന്നുണ്ട്. റാപ്പ് സോങ് എഴുതുന്ന സമയത്ത് അതിന് സഹായിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഗബ്രി മൂഡ് ഓഫ് ആണ്. അഭിനയം ഒട്ടും പോരാ മോനെ, പറയാണ്ടിരിക്കാൻ വയ്യ, ഒട്ടും പോരാ. ഇപ്പൊ ഇന്ന് രാവിലെ ലൈവിലും ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു. പക്ഷെ ടാസ്ക് പങ്കെടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മോർണിംഗ് ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ മൂഡ് ഓഫ് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗബ്രി നേരെ ബിഗ് ബോസിന്റെ ക്യാമറയുടെ മുന്നിൽ പോയി നിന്നിട്ട്, ബിഗ് ബോസ് ഐ എം നോട്ട് ഓക്കെ, പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. സിജോയോട് ഗബ്രിയും കൂട്ടി മെഡിക്കൽ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. സിജോ ഗബ്രിയും കൂടി മെഡിക്കൽ റൂമിൽ പോയി. അവിടെ ബി പി ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ബി പി ഒന്നും കുഴപ്പമില്ല, നോർമലാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പവർ ടീം ചലഞ്ചിലേക്കുള്ള സെക്കൻഡ് ചലഞ്ചാണ്. അപരൻ എന്നാണ് എന്റെ പേര്. 3 റൗണ്ട് ഉണ്ട്. ആ 3 റൗണ്ടിൽ പ്ലാസ്മ ടി വി 4 ബോർഡ് കാണിക്കും. ആ 4 ബോർഡിൽ 4 പിക്ചേഴ്സ് ഉണ്ടാവും. ഈ പിക്ചേഴ്സ് 3 ടീമിനും ഓരോ ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ കണ്ട പിക്ചേഴ്സ് അതുപോലെ സെറ്റ് ചെയ്യണം. അങ്ങോട്ട് മാറിപ്പോകാൻ പാടില്ല, പിക്ചേഴ്സ് മാറാൻ പാടില്ല, അങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു അത്. ആദ്യം നെക്സ്റ്റ് ടീമാണ് ജയിച്ചത്, രണ്ടാമത് ടണൽ ജയിച്ചു, മൂന്നാമത് ഡെൻ ജയിച്ചു. പക്ഷെ പോയിന്റ് അടിസ്ഥാനത്തിൽ ജിൻഡോയുടെ ടണൽ ടീമാണ് അടുത്ത ദിവസം, അതായത് ഇന്ന് പവർ ടീം ചലഞ്ചിൽ പങ്കെടുക്കേണ്ടത്. അപ്പൊ ടണൽ ടീം ജിൻഡോയും ജാസ്മിനും അൻസിബയും വരുന്ന ടണൽ ടീമാണ് ഇന്ന് മത്സരിക്കേണ്ടത് പവർ ടീമുമായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റാപ്പ് സോങ് ആണ്. രസമായിട്ട് ആ ടീം ഫുള്ളായിട്ട് നിന്നിട്ട് റാപ്പ് സോങ് പാടുകയുണ്ടായി. നല്ല രസമായിരുന്നു അത് കേൾക്കാനായിട്ട്. ഏറ്റവും അവസാനം അവിടെയും ജിൻഡോ സ്കോർ ചെയ്തു. ഈ പാടിയവരെക്കാളും കൂടുതൽ ജിൻഡോ അവിടെ ഡാൻസ്, റാപ്പ് സോങ്ങിനനുസരിച്ച് ഒരു ഡാൻസ് ഉണ്ടല്ലോ, നിലത്ത് ഇറന്നിട്ട് തലകുത്തി മറിയുന്ന സംഭവം, അത് ജിൻഡോ രസമായിട്ട് അവിടെ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന് മസിലൊക്കെ വീർപ്പിച്ച് കാണിക്കുന്ന ഒരു ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പാടിയവരെക്കാളും കുറച്ചുകൂടെ അറ്റൻഷൻ അവിടെ ലാസ്റ്റ് ആ ഒരു ചെറിയ മൊമെന്റ് കൊണ്ട് ജിൻഡോ അവിടെ നേടിയെടുത്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വീണ്ടും ഗബ്രി സായിയും ശ്രീതുവുമായിട്ട് സംസാരിക്കുന്നു. രണ്ടുപേരും 2 പ്രാവശ്യമാണ് ഗബ്രിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പക്ഷെ അങ്ങോട്ട് ഓക്കെ ആവുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പൊ പറയുന്നു, നീ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുക, ജാസ്മിനോട് സംസാരിക്കുക. അപ്പൊ പറഞ്ഞു, ജാസ്മിനോട് സംസാരിക്കാൻ പറ്റിയ സാഹചര്യമല്ല അത്. മെന്റലി ഓക്കെ ആണ്, പക്ഷെ മൈൻഡ് ഓക്കെ അല്ല. എനിക്കത് മനസ്സിലായില്ല. മെന്റലി ഐ എം ഫിറ്റ്, ബട്ട് മൈ മൈൻഡ് ഈസ് നോട്ട് ഓക്കെ. എന്താ ഉദ്ദേശിക്കണേ? കവി എന്താ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയയും കിട്ടിയില്ല. അതിനുശേഷം ജാസ്മിൻ വീണ്ടും ഗബ്രിയുടെ അടുത്തേക്ക് പോവാണ് സംസാരിക്കാൻ വേണ്ടി. ഗബ്രി, നീ എന്നോടും സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർക്കാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടും ആശാന് ഒരു രക്ഷയില്ല. ഗബ്രിയുടെ കയ്യിൽ ജാസ്മിൻ പിടിക്കുന്നുണ്ട്. കൈ തട്ടി മാറ്റിയിട്ട് ഗബ്രി നടന്നു പോകുന്നു. ജാസ്മിനോട് ഇമോഷണലി ഡൗൺ. കർട്ടൻ ഇടുന്നു. വീണ്ടും കർട്ടൻ മാറുമ്പോൾ റസ്മിനോടെ നിൽക്കുന്നു. റസ്മിനടുത്തേക്ക് വന്നിട്ട് ജാസ്മിൻ കെട്ടിപ്പിടിച്ച്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ റസ്മിൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഹഗ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അർജുനും ശ്രീതുവുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അതിനകത്ത് സിജോ ശ്രീതുവിനെ ഊച്ചാളി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ശ്രീതു ഒരു പരാതി പോലെ അർജുനോട് പറയുന്നു. ഇങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാവാതെ, എന്താ ഈ ഊച്ചാളി എന്ന്. അപ്പോൾ സിജോ പറഞ്ഞു, അത് അഹങ്കാരി എന്നോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവളെന്നൊക്കെയാണ് മീനിങ് എന്ന് പറഞ്ഞു. ഊച്ചാളി എന്നൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ എന്നെ വിളിക്കാറുണ്ട്, ഊച്ചാളി. അപ്പോൾ അതിനകത്ത് അതൊരു ഫണ്ണ് പോലെയൊക്കെ എടുക്കേണ്ട ഒരു വാക്കാണ്. പക്ഷെ അവിടെ അർജുൻ പറഞ്ഞു കൊടുക്കുന്നത് അത് അഹങ്കാരി എന്നാണ്, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവളാണ് എന്നൊക്കെ പറഞ്ഞ പോലൊരു ഫീല്, അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശ്രീതു പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അങ്ങനെ വിളിക്കരുതെന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് സിജോ ഉദ്ദേശിച്ചതെന്ന് സിജോട് തന്നെ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കോൺവെർസേഷൻ അവിടെ എൻഡ് ആവുന്നു. ജാസ്മിൻ ഇപ്പോഴും ഗബ്രിയുടെ പിന്നാലെ തന്നെയാണ്. ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ സംസാരിക്കുന്നു. ഇന്നത്തെ മോർണിംഗ് ടാസ്ക് കണ്ടപ്പോഴും ഇവരുടെ വിന്നറായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ആര് നിൽക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക് കൊടുത്തപ്പോൾ ഗബ്രി ജാസ്മിന്റെ പേരും ജാസ്മിൻ ഗബ്രിയുടെയും റസ്മിന്റെയും പേരാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ, പക്ഷേ നാടകം കളിക്കരുത്, അത്രേ ഉള്ളൂ. പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ വേണ്ടിയുള്ള നാടകമാവരുത്. എനിവേ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്തായാലും ജബ്രി കോംബോ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഗബ്രി ജാസ്മിൻ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു. 2.0 എന്നുള്ള ലെവലിൽ നമുക്ക് പേര് കൊടുക്കേണ്ടി വരും. ജബ്രി 2.0 ഇതാണ് ഞാൻ കൊടുക്കുന്ന പേര്. അതായത് ഫസ്റ്റ് വേർഷൻ കഴിഞ്ഞു, 45 ദിവസം കൊണ്ട് പ്രണയ നാടകം കഴിഞ്ഞു. ഇനി ബ്രേക്കപ്പ് നാടകമാണ്.
സെന്റിമെന്റൽ ഔട്ടൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള പരിപാടികളായിരിക്കാം. അപ്പോൾ ഇനി കളികൾ മാറാൻ പോകുന്നു. സിജോ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു നമുക്കറിയില്ല. ഇന്നത്തെ പ്രമോ കാണിച്ചു ജിൻഡോയും ഗബ്രിയും തമ്മിൽ പൊരിഞ്ഞ അടി. ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടാണ്, പക്ഷെ അതിൽ എന്താ സംഭവിച്ചത് നമുക്ക് അറിയില്ല. വൈകുന്നേരത്തെ എപ്പിസോഡിലോ അല്ലെങ്കിൽ ലൈവ് കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. എനിവേ അടുത്ത എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം.